നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഇലക്ഷൻ കാലഘട്ടങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു സിനിമാ താരം തന്നെയാണ് സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ശക്തമായ രാഷ്ട്രീയ നിലപാടും കൊണ്ടൊക്കെ തന്നെയാണ് ആ നിറഞ്ഞു നിൽക്കൽ എല്ലാം ഉണ്ടായത് എന്ന് വേണം പറയാൻ. എന്തായാലും അദ്ദേഹത്തെ കണ്ണങ്ങ് നിറഞ്ഞില്ല, അപ്പോഴേക്കും അദ്ദേഹം വിട പറയുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ രോഗം എന്തായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും അവസാന നിമിഷം അദ്ദേഹത്തെ കാണുമ്പോൾ മുഖം നീര് വെച്ച് വീർത്ത് ഇരിക്കുന്നതാണ് കാണുന്നത്. ചുണ്ടുകളൊക്കെ തന്നെ തടിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതക്കാരനായിരുന്നു ഇടക്കാലം വരെയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ രൂപം മാറിയത് എന്നുള്ളതാണ്. എന്തായാലും സലീം കുമാറിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ എന്തായാലും നിലവിൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന ചോദ്യമാണ് ആവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ ആരോഗ്യം ഉഷാറായില്ലേ, അസുഖങ്ങൾ എല്ലാം മാറിയില്ലേ, ആ അസുഖം വന്നത് പണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ നീളുകയാണ് പലരുടെയും ചോദ്യങ്ങൾ. എന്നാൽ കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയവേ നിരവധി പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്നുണ്ടായ ഈ തിക്ത അനുഭവങ്ങൾ തുറന്നു പറഞ്ഞും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതേസമയം മദ്യപാനം കൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം വന്നതെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഒരിക്കൽ ഇതേക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം വന്നത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി കിട്ടിയ അസുഖമായിരുന്നുവെന്നുമാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഒരു ചായ പോലും കുടിക്കാത്ത തന്റെ സഹോദരനും ഇതേ അസുഖമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. കരൾ രോഗം മൂർച്ഛിച്ചതും കാരണം ലിവർ ട്രാൻസ്പ്ലാന്റേഷനും സലീം കുമാർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലും ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യവും രൂപവും അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ അദ്ദേഹം മദ്യപിച്ച ശേഷം ഉണ്ടായ രോഗമല്ല ഇത്. മിമിക്രിയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് സലീം കുമാർ. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച താരം. ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രമല്ല, ഈ സ്ട്രോങ് ആയ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച നടൻ. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലീം കുമാറിന്റെ അഭിനയശേഷി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തി. 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയ നടൻ ഇപ്പോൾ അഭിനയ ലോകത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ചാനൽ പരിപാടികളിലെല്ലാം സജീവമായ സലീം കുമാറിന്റെ മകൻ ചന്തുവും ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്. എന്തായാലും ചന്തുവിനെയും അതുപോലെ തന്നെ സഹോദരനെയും അമ്മയെയും ഒക്കെ തന്നെ ആശ്വസിപ്പിക്കാനായി നിരവധി ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇവിടേക്ക്. എന്തായാലും സലീം കുമാർ എന്ന നടന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം ഈ നാട്ടിലെ ഓരോ മലയാളികൾക്കും ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും വേണ്ടപ്പെട്ടവനായിരുന്നു സലീം കുമാർ എല്ലാവർക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾ വരെയും സലീം കുമാറിനെ പാർട്ടി നോക്കാതെ സ്നേഹിച്ചവരാണ് എല്ലാവരും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷവും സലീം കുമാർ പാർട്ടിയെ നോക്കി സലീം കുമാറിനെ വിലയിരുത്തുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മരിക്കുമ്പോഴും എൻ്റെ താഴെ വരുന്ന ചില കമന്റുകൾ അതാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്.